ഒരു ശനിയാഴ്ച വൈകുന്നേരം ഓഫീസിൽ ജോലിയിൽ തിരക്കിലാണ് ചാർലി. അപ്പോഴാണ് കാരുണ്യയിൽ നിന്ന് മദർ അവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. ചാർലി എവിടെയാ, വീട്ടിലാണോ? എടുത്തപാടെ സംശയത്തോടെ അവർ ചോദിച്ചു. അല്ല മദർ, വീട്ടിലേക്ക് പോയില്ല. ഓഫീസിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു. മദർ എന്തിനാ വിളിച്ചതെന്ന് എനിക്കറിയാം. തിങ്കളാഴ്ചയല്ലേ നമ്മുടെ DNA റിസൾട്ട് വരുന്നത്? എനിക്ക് ഓർമ്മയുണ്ട്. പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് ചോദിച്ചു. അതെ ചാർലി, ഞാനതൊന്ന് ഓർമ്മിപ്പിക്കാമെന്ന് കരുതിയിട്ട് വിളിച്ചതാ. എനിക്ക് വല്ലാത്തൊരു ആകാംക്ഷ തോന്നുന്നു. കേൾക്കാനിരിക്കുന്നത് സന്തോഷമുള്ള വാർത്തയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തോ മനസ്സിലൊരു കുളിർമ പോലെ. നീ ഇതുവരെ കാര്യങ്ങളൊന്നും അവളോട് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? അവർ അവനോട് ചോദിച്ചു. ഇല്ല മദർ, അവൾക്കൊന്നും അറിയില്ല. അവളുടെ സാമ്പിൾ എടുത്തു എന്നുള്ളത് പോലും അവൾക്കറിയില്ല. അത് മാത്രമല്ല, ഇതിനെപ്പറ്റി ഒന്നും തന്നെ അവൾക്കറിയില്ല. അവനും തിരികെ പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. ഒരുപക്ഷെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ ഈ ടെസ്റ്റ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതവളെ എങ്ങനെയായിരിക്കും നീ അറിയിക്കാൻ പോകുന്നത്? അവളത് അക്സെപ്റ്റ് ചെയ്യുമോ? അവൾക്ക് സന്തോഷമായിരിക്കുമോ? എനിക്കതൊക്കെ ഓർക്കുമ്പോഴാ. മദർ അതീവ ആഗ്രഹത്തോടു കൂടി അവനോട് പറഞ്ഞു. ഞാനും അതെപ്പോഴും ചിന്തിക്കാറുണ്ട് മദർ. അവൾ കരുതി വെച്ചിരിക്കുന്നത് അവളെ ഉപേക്ഷിച്ച് പോയ അപ്പനും അമ്മയും മറ്റൊരു വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടായിരിക്കുമെന്നാ. അതുമാത്രമല്ല, അവൾക്ക് അവരെയൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ദൂരെ നിന്നിട്ടാണെങ്കിലും അവളുടെ അപ്പൻ്റെ അമ്മയുടെ മുഖം കാണണമെന്ന് അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഈ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ അകലെ നിന്നല്ല, അവൾ അടുത്തു നിന്നാണ് അവളുടെ അപ്പനെ കാണാൻ പോകുന്നത്. അതവൾക്ക് ഇരട്ടി സന്തോഷം നൽകും. അതും അതാരാണെന്ന് അറിയുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ദൈവം നടത്തുവാണെങ്കിൽ ദേവൻ സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം അവളുടെ അമ്മ ഇപ്പോൾ എവിടെയാണെന്ന്. അവരെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കണം. എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട് മദർ. ഒന്ന് വിശദമായി അന്വേഷിക്കണം. ചാർലി തൻ്റെ മനസ്സിലുള്ള പ്ലാൻ അവരോട് പറഞ്ഞു. പക്ഷെ ദേവൻ അത് അറിയില്ല എന്നല്ലേ ചാർലി പറയുന്നത്? ദേവൻ എന്നോട് സാമ്പിൾ കൊണ്ടുവരാൻ നേരം ഒരുപാട് തവണ ചോദിച്ചു ചെക്ക് ചെയ്യാൻ പോകുന്ന സാമ്പിൾ ആരുടേതാണെന്ന്. ആ പെൺകുട്ടിയെ ദൂരെ നിന്നിട്ടാണെങ്കിലും ഒന്ന് കാണണമെന്ന് അയാൾ പറഞ്ഞിരുന്നു. പക്ഷെ നീ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ കാണിച്ചു കൊടുക്കാത്തത്. പോസിറ്റീവ് ആണെങ്കിൽ മാത്രം അയാളെ അറിയിച്ചാൽ മതിയെന്ന് ഞാനും കരുതി. മദർ തിരികെ അവനോട് പറഞ്ഞു. അതെ മദർ, അത് തന്നെയാ ശരി. അതുമാത്രമല്ല, ദേവൻ സാറിന് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും ആരുടെയാണ് സാമ്പിൾ എടുത്തതെന്ന് അറിഞ്ഞാൽ. ചാർലി അവരോടായി പറഞ്ഞു. അതെ, ഞാനും അത് തന്നെയാണ് ചാർലി ആഗ്രഹിക്കുന്നത്. നീ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അയാൾക്കൊന്നും അറിയാഞ്ഞിട്ട് തന്നെ തൻ്റെ മകളാണെന്നൊരു സൂചന പോലും ഇല്ലാഞ്ഞിട്ടും അയാൾ അവളെ കരുതുന്നത് അതുപോലെയാ. നീ പറയുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സ്ഥിതിക്ക് അവർ രണ്ടുപേരും അപ്പനും മകളുമാണെന്ന് തിരിച്ചറിയുമ്പോഴുള്ള നിമിഷം അത് നേരിട്ട് കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവർ അവനോടായി പറഞ്ഞതും അവനത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ ചിന്തിച്ചു. ഞാനും അത് തന്നെ മദർ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഷീതുവിൻ്റെ പപ്പയെന്ന് വിളിക്കാൻ ഒരാളെ. ആരുമില്ലാതെ ജനിച്ച് ഏതൊരാളും ആഗ്രഹിക്കുന്നത് തന്നെയാണ് അത്. ദേവൻ സാറിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്കൊരു സുരക്ഷാ കവചം തന്നെയാണ് അദ്ദേഹം. അവളെ പരിചയപ്പെട്ട ആദ്യ ദിവസം മുതൽ ഇന്ന് വരെയും അങ്ങനെ തന്നെയാണ്. അവളുടെ കാര്യത്തിൽ ആ മനുഷ്യന് വല്ലാത്തൊരു ആവലാതിയാണ്. ഒരു ദിവസം ഒരു 2 തവണയെങ്കിലും അയാൾ അവളെ വിളിക്കും. 2 ദിവസം കൂടുമ്പോൾ അവളെ കാണാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് വരും. എത്ര പറഞ്ഞാലും വരുമ്പോഴെല്ലാം ഒരു കവർ നിറയെ സാധനം ഉണ്ടായിരിക്കും അവൾക്കും മോൾക്കും വേണ്ടി. ഒരിക്കൽ എൻ്റെ പപ്പയും മമ്മിയും വരെ പറഞ്ഞു സ്വന്തം അപ്പന്മാരെ പോലും ചെയ്യാത്തതാണ് ദേവൻ സാർ ചെയ്യുന്നതെന്ന്. ചാർലി ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. ഇവിടെ വീട്ടിലെല്ലാവർക്കും അറിയോ ചാർലി? മദർ സംശയത്തോട് ചോദിച്ചു. ഇല്ല മദർ, ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം കലങ്ങി തെളിയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരോടും പറഞ്ഞാൽ മതിയെന്ന് ഞാൻ കരുതി. എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ ഫലം നെഗറ്റീവാണെന്നുണ്ടെങ്കിൽ അത് എല്ലാവരെയും സങ്കടപ്പെടുത്തും. അവൻ പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് തോന്നിയിരുന്നു. അവൾ കോളേജിൽ പോയി തുടങ്ങിയോ? മദർ വീണ്ടും ചോദിച്ചു. ഇല്ല, നാളെ ഞായറാഴ്ചയല്ലേ. തിങ്കളാഴ്ച മുതൽ അവളെ കോളേജിൽ വിട്ടാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാലിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ദേവൻ സാറും പറഞ്ഞു അധികം ക്ലാസ്സൊന്നും മിസ്സാക്കണ്ടെന്ന്. അവൻ തിരികെ അവരോട് പറഞ്ഞു. റിസൾട്ട് വരുമ്പോൾ ഞാൻ ചാർലിയെ വിളിക്കാം. നമ്മൾ കാരുണ്യയിൽ നിന്നും ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തത് കൊണ്ട് തന്നെ റിസൾട്ട് ഇവിടേക്ക് തന്നെയാണ് വരുന്നത്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ ടെസ്റ്റ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നീ അവളെയും കൂട്ടി ഇവിടേക്ക് വരണം. ദേവൻ സാറിനെ വിളിച്ച് ഞാൻ പറഞ്ഞോളാം. മദർ പറഞ്ഞതും അവൻ ശരിയെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. ശേഷം ഫോൺ വെച്ചുകൊണ്ട് തൻ്റെ മുൻപിലുള്ള ഭിത്തിയിലേക്ക് നോക്കി. അവിടെ ഉണ്ണിയേശുവിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന അമ്മ മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ അതിലേക്ക് ഒരു നിമിഷം നോക്കിയിരുന്നു. എൻ്റെ മാതാവേ, ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ ആ ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കണേ. മൗനമായി അതിലേക്കൊന്ന് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ തൻ്റെ ബുള്ളറ്റിൻ്റെ കീയുമായി അവിടെ നിന്നും ഇറങ്ങി. തിങ്കളാഴ്ച മുതൽ മോള് കോളേജിലേക്ക് വരില്ലേ? അവളെ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുകയാണ് ദേവൻ. അങ്ങനെ ഇച്ചായൻ പറഞ്ഞിരിക്കുന്നത് സർ. ഞാനും കരുതി ക്ലാസ് മിസ്സാക്കണ്ടാന്ന്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം വരില്ലേ? ഒരുപാട് നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ആവണി കുറച്ച് എഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അയാളോടായി പറഞ്ഞു. അത് കേട്ടതും അയാൾ പുഞ്ചിരിയോടെ തലയാട്ടി. ഇങ്ങനെ വിളിക്കുമെങ്കിലും അവളുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമെങ്കിലും ദേവൻ ഒരിക്കലും അവളെ പാസ്റ്റിനെ പറ്റി അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
ദേവൻ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് മാത്രം അവൾക്കറിയാം. പിന്നെ അവനെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതി അവളും ഡീറ്റെയിൽ ആയിട്ട് ഒന്നും തന്നെ ചോദിച്ചിട്ടുമില്ല. എന്നാൽ ദേവൻ അറിയില്ല അവൾ ഒരു അനാഥയാണെന്ന്. അവളുടെ അപ്പൻ്റെ അമ്മയുടെയും കാര്യം അയാളും ചോദിച്ചില്ല. ദേവൻ വീട്ടിലേക്ക് വന്നപ്പോൾ റിയയെ പരിചയപ്പെടുത്തി കൊടുത്തത് അവളുടെ അനിയത്തി എന്നുള്ള രീതിക്കാണ്. അതുമാത്രമല്ല, റിയയോട് സംസാരിച്ചപ്പോൾ പപ്പയും മമ്മിയും അബ്രോഡിലാണെന്ന് അവൾ പറയുകയും ചെയ്തു. ആ സ്ഥിതിക്ക് ഷീതുവിൻ്റെയും പപ്പയും മമ്മിയും അവിടെയാണെന്ന് വിശ്വസിച്ചിരിക്കുകയാണ് ദേവൻ. എവിടെ ശിങ്കാരി? അയാൾ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. ദേ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അതും പറഞ്ഞ് അവൾ ഇസുവിൻ്റെ നേരെ ഫോൺ നീട്ടി. അപ്പച്ച, ദേവനെ കണ്ടതും അവൾ പറഞ്ഞു. അപ്പച്ചൻ്റെ കൊച്ച് എന്ത് ചെയ്യുവാ? അയാൾ വാത്സല്യത്തോടെ അവളോട് ചോദിച്ചു. ഞാൻ കളിച്ചുവാ. അവൾ കുഞ്ഞിപ്പല്ല് കാണിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ? അപ്പച്ചൻ്റെ പൊന്നിന് സുഖാണോ? വീണ്ടും അവളോട് ചോദിച്ചു. അതിനവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. പെട്ടെന്നാണ് വാതിൽ തുറന്ന് ആരോ അകത്തേക്ക് കയറി വന്നത്. ഇച്ചായം വന്നു സർ. ഷീത് വീഡിയോ കോളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എങ്കിൽ ശരി മോളെ, ചാർലി ക്ഷീണിച്ച് വന്നതല്ലേ? അയാൾ അവളോടായി ചോദിച്ചു. അപ്പോഴേക്കും ചാർലി വന്ന് അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി. ഞാൻ മോളോട് ചോദിക്കായിരുന്നു ചാർലി, തിങ്കളാഴ്ച മുതൽ കോളേജിൽ വന്ന് തുടങ്ങുന്നുണ്ടോയെന്ന്. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് ചാർലിയോട് പറഞ്ഞു. അന്ന് മുതൽ വിട്ടു തുടങ്ങണമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. ചാർലി ചിരിച്ചുകൊണ്ട് അയാൾക്ക് മറുപടി നൽകി. എങ്കിൽ ശരി ചാർലി, താൻ ടയർഡായിട്ട് വന്നതല്ലേ, തിങ്കളാഴ്ച വരുമ്പോൾ കാണാം. അയാൾ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചതും ചാർലി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ഷീതുവിൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പേ? ചാർലിയെ അവൾ കണ്ടതും രണ്ട് കൈ നീട്ടി എന്ന ഭാവേന അവൻ്റെ അടുത്തേക്ക് ചെന്നു. ചാർലി അവളെ പൊക്കിയെടുത്ത് അവളുടെ കവളിൽ ചുംബിച്ചു. ഇച്ചാൻ എന്തെന്ന് വരാൻ താമസിച്ചേ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. കുറച്ച് വർക്കുണ്ടായിരുന്നു, നാളെ ഞായറാഴ്ചയല്ലേ, അതുകൊണ്ട് അതൊക്കെ ഒന്ന് തീർത്തിട്ട് വരാമെന്ന് കരുതി. അവൻ തിരികെ അവളോട് പറഞ്ഞു. ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം, ഇച്ചായൻ ഫ്രഷ് ആയിട്ട് വാ. അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകാനായി തുടങ്ങിയതും ചാർലി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവൾ തിരികെ അവൻ്റെ മുൻപിലേക്ക് തന്നെ വന്നു നിന്നു. ഒരു കൈയിൽ കുഞ്ഞിനെ പിടിച്ചിട്ട് മറുകൈയാൽ അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. പിന്നെ അവളുടെ കവളിലും ചുണ്ടുകൾ ചേർത്തു. അത് കണ്ടത് മിസ് പൊട്ടിച്ചിരിച്ചു. ഷീതു നെറ്റി ചുളിച്ചു വെച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ചാർലി പെട്ടെന്ന് കുഞ്ഞിനെ താഴേക്ക് നിർത്തി. മോൾ അമ്മച്ചിയുടെ അടുത്തേക്ക് ചെല്ല്, പപ്പയും മമ്മി ഇപ്പം വരാട്ടോ. അവൻ കുഞ്ഞിനോട് പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് താഴേക്ക് നടന്നു. ഇതുവാണെങ്കിൽ അവൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കുകയായിരുന്നു. കുഞ്ഞ് റൂമിൽ നിന്നും പോയി കഴിഞ്ഞതും ചാർലി ചെന്ന് വാതിലടച്ച് ലോക്ക് ചെയ്തു. ശേഷം അവളുടെ അടുത്തേക്ക് നടന്നു. അവളാണെങ്കിൽ സംശയത്തോടെ അവനെ തന്നെ നോക്കി. അവളുടെ അടുത്തേക്ക് നടന്നു വന്ന് ഇടുപ്പിൽ കൂടി കൈയിട്ട് അവളെ അവൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി. എന്താ? അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഒന്നുമില്ല, എനിക്കെൻ്റെ പെണ്ണെ ഒന്ന് സ്നേഹിക്കണമെന്ന് തോന്നി. അവനവളുടെ നെറ്റിയിലൊന്ന് നെറ്റി മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവൾ അവനെ ഒന്ന് കുറിപ്പിച്ചു നോക്കി. അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു. ഇതു അവനെ തള്ളി മാറ്റി പോകാനായി ഒരു ശ്രമം നടത്തി നോക്കി. എന്നാൽ അവൻ ബലമായി പിടിച്ചിരിക്കുന്നത് കൊണ്ട് അവൾക്ക് അനങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ അവളുടെ ചുണ്ടിൻ്റെ അടുത്തേക്ക് ചുണ്ടടുപ്പിച്ചു. ചുണ്ടിൽ ചെറിയ പുഞ്ചിരിയുമായി അവൾ കണ്ണുകളെ ഒന്ന് മെല്ലെ അടച്ചു പിടിച്ചു. ചാർലി അവളുടെ ചുണ്ടിൻ്റെ മാധുര്യം അറിഞ്ഞു. കൈകൾ അവൻ്റെ ഷോൾഡറിൽ പിടിമുറുക്കി. പതിയെ അവളും അവൻ ചുംബനത്തിൽ ലയിച്ചു തുടങ്ങി. അവളെ ഒട്ടും വേദനിപ്പിക്കാതെ സൗമ്യമായാണ് അവൻ ചുംബിച്ചത്. ഓരോ തവണ അവൻ്റെ ചുംബനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ഓരോ തരം വികാരമാണെന്ന് അവൾക്ക് തോന്നിപ്പോയി. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിനെ വലയം ചെയ്തു. മറുകൈ അവളുടെ മാറിൻ്റെ മൃദുലത അറിഞ്ഞു. അതിൽ നിന്നും നേർത്ത ശബ്ദം പുറത്തേക്ക് വന്നു. അതൊക്കെ അവനെ ആസ്വദിക്കുകയായിരുന്നു. കുറച്ചു നിമിഷ ചുംബനത്തിന് ശേഷം ഇരുവരും പരസ്പരം പിന്മാറുമ്പോൾ രണ്ടുപേരും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. തൻ്റെ ചുണ്ടുകൾ സ്വയം ഒന്ന് തുടച്ചതിനു ശേഷം അവളെ നോക്കി കുസൃതിയോട് ചിരിച്ചു ചാർലി. അവനെ നോക്കാനാകാതെ നാണത്തോടെ അവൾ അവിടെ നിന്നും പോകാനായി തുടങ്ങി. എന്നാൽ അതിന് സമ്മതിക്കാതെ അവൻ അവളെ പിടിച്ചു നിർത്തി. ഞാനൊന്ന് കാണട്ടെ എൻ്റെ പെണ്ണിനെ, അവൻ ബലമായി അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തിക്കൊണ്ട് പറഞ്ഞു. ഇച്ചാൻ എന്താ എന്നെ ആദ്യമായിട്ട് കാണുവാണോ? അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. നീ ഓരോ തവണ ഇങ്ങനെ നാണത്തോട് കാണുമ്പോഴും എനിക്ക് നിന്നെ ആദ്യമായിട്ട് കാണുന്നത് പോലെയാ പൊന്നെ തോന്നുന്നത്. നീ എനിക്ക് ഓൾവേസ് സ്പെഷ്യൽ അല്ലേ? അവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ എനിക്കെന്തെങ്കിലും സംഭവിച്ചാലോ? പെട്ടെന്ന് അവളുടെ നാവിൽ നിന്നും അങ്ങനെ കേട്ടതും അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. ഷീതു! അത് കേട്ട് ഇഷ്ടപ്പെടാത്തതുപോലെ അവൻ ദേഷ്യത്തോടെ വിളിച്ചു. ഞാൻ വെറുതെ ചോദിച്ചതാ. മുഖത്തെ ദേഷ്യം കണ്ട് അവൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു. നീ പൊയ്ക്കോ, പോ. അവളെ തള്ളി മാറ്റിക്കൊണ്ട് അവൻ പറയുന്നത് കേട്ടതും അവൾ പെട്ടെന്ന് വല്ലാതെയായി. വെറുതെ തമാശയ്ക്കെന്ന പോലെ അവനോട് ചോദിച്ചതാണ്. അവന് ഫീലാകുമെന്ന് ഒട്ടും കരുതിയില്ല. ഇച്ചായ, ഞാൻ വെറുതെ. അവൾ അവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പറയുന്നതിനിടയിൽ അവളുടെ കണ്ണുകളൊന്ന് നിറഞ്ഞു. നിന്നെ നഷ്ടപ്പെടുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല ഷീതു. അത് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. പിന്നെ എന്തിനാ അങ്ങനെ ഓരോ പൊട്ട ചോദ്യങ്ങൾ കൊണ്ടുവരുന്നത്? നമ്മുടെ സന്തോഷ നിമിഷങ്ങളെ നീ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? അവൻ ദേഷ്യത്തോട് ചോദിച്ചു. ഇച്ചായ, ഞാൻ വെറുതെ ചോദിച്ചതാ. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവനൊന്ന് മൂളി. അവൻ നല്ല ദേഷ്യത്തിലാണെന്ന് മനസ്സിലാക്കി അവൾ അവിടെ നിന്നും പോകാനായി ശ്രമിച്ചതും അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. നിറഞ്ഞ മിഴികളോടെ അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. നിന്നെ നഷ്ടപ്പെടുമെന്ന് പറയുന്നതോ അങ്ങനെ ചിന്തിക്കുന്നതോ ഒന്നും എനിക്ക് ഇഷ്ടമല്ല ഷീതു. ഇനി എന്തെങ്കിലും ഉണ്ടായാ പിന്നെ നീ എന്നെ വല്ല ഭ്രാന്താശുപത്രിയിൽ നോക്കിയാൽ മതി. നീയില്ലെങ്കിൽ പിന്നെ പുലിക്കളത്തിൽ ചാർലി ഇല്ല.
അവൻ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും കണ്ണുനീർ കവളിലൂടെ ഒലിച്ചിറങ്ങിയെങ്കിലും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. തന്നെ ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന്റെ ഭാര്യയാകാൻ പറ്റിയതിൽ അവളുടെ മനസ്സ് വല്ലാതെ സന്തോഷിച്ചു. ഇന്നൊരു നല്ല ഞായറാഴ്ചയായിരുന്നു. പുലിക്കളത്തിൽ എല്ലാവരും തന്നെ രാവിലെ പള്ളിയിൽ പോകാനുള്ള ഒരുക്കത്തിലാണ്. ഇസു ഒരു മഞ്ഞ കളർ ഫ്രോക്കാണ് ഇട്ടിരിക്കുന്നത്. അവളുടെ തലയിൽ അതേ കളർ വരുന്ന ഒരു ബോയ് ഉണ്ട്. നല്ല സുന്ദരി കുട്ടിയായിട്ട് റയാന്റെ കയ്യിലിരിക്കുകയാണ് ഇസു. മമ്മിയും പള്ളിയിൽ പോകാനായി ഒരുങ്ങി ഒരു സാരിയെ കൊടുത്തോണ്ട് വന്നിട്ടുണ്ട്. പപ്പയും മുണ്ടും ഷർട്ടുമാണ് വേഷം. ക്രിസ്റ്റിയും റയാനും മുണ്ടും ഷർട്ടും തന്നെയാണ്. ചാർലിയെ വിളിച്ചിട്ട് ഇതുവരെ റെഡിയായില്ലേന്ന് ചോദിക്ക്. അച്ഛൻ കറക്റ്റ് 6:30 തന്നെ കുർബാന തുടങ്ങും. പപ്പ ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടവൻ തന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് ചാർലിയെ വിളിക്കാനായി തുടങ്ങിയതും മുകളിൽ നിന്നും സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ചാർലിയാണ് കണ്ടത്. അവനും ഒരു ബ്ലാക്ക് കളർ ഷർട്ടും മുണ്ടുമായിരുന്നു വേഷം. അവന്റെ തൊട്ടു പുറകിലായി തന്നെ ഒരു ലാവണ്ടർ കളർ സാരി ഉടുത്ത് ഷീതുവും താഴേക്ക് ഇറങ്ങി വന്നിരുന്നു. രണ്ടുപേരെയും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പപ്പയും മമ്മിയും വരെ അവർ ഇറങ്ങി വരുന്നത് നോക്കി നിന്നു. അവളങ്ങനെ സാരിയൊന്നും പള്ളിയിൽ അധികം ഉടുക്കാറില്ല. ഇന്നവന്റെ നിർബന്ധത്തിലാണ് ഒരു സാരി ഉടുത്തത്. എല്ലാവരും റെഡിയായതും ക്രിസ്റ്റി പോയി കാർ എടുത്തിട്ട് വന്നു. ഫാമിലിയായി അവർ കാറിനകത്തേക്ക് കയറി. നിമിഷങ്ങൾക്കകം അവരുടെ കാർ പള്ളിമുറ്റത്തേക്ക് കടന്നു കയറിയിരുന്നു. പള്ളിയിലേക്ക് വരുന്നുണ്ടായിരുന്ന പലരുടെയും കണ്ണുകൾ അവരുടെ കാറിലേക്കായിരുന്നു. കാരണം പുലിക്കളത്തിലെ കുടുംബം വന്നിറങ്ങുന്നത് അവിടെ രാജകീയമായിട്ടാണ്. പപ്പയും മമ്മയും സഹോദരങ്ങളും ഒക്കെ വന്നിറങ്ങുന്നത് കാണാൻ ഒരു പ്രൗഢി തന്നെയായിരുന്നു. പലരുടെയും കണ്ണുകൾ അസൂയയോടെ ഷീതുവിലേക്കും അവളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിലേക്കും ചെന്നു. അതവിടെ പതിവ് കാഴ്ചയായതുകൊണ്ട് തന്നെ അവർക്കാർക്കും പ്രത്യേകതയൊന്നും തോന്നിയില്ല. എല്ലാവരും ഒന്നിച്ച് തന്നെ പള്ളിക്കകത്തേക്ക് കയറി. നിമിഷങ്ങൾ കടന്നുപോയി. രാവിലെ 6:30 തുടങ്ങിയ കുർബാന അവസാനിച്ചത് 9 മണിയോടെയാണ്. രാവിലത്തെ കുർബാന കഴിഞ്ഞിട്ട് കുറച്ചുനേരം എല്ലാവരോടും സംസാരിക്കുന്ന ഒരു ശീലം അവർക്കൊക്കെ ഇടയിലുണ്ടായിരുന്നു. അങ്ങനെ അവരവരുടെ പ്രായക്കാരോടും കൂട്ടുകാരോടും സംസാരിച്ച് നിൽക്കുകയാണ് എല്ലാവരും. മമ്മി, ഏട്ടത്തിയും മിസ്സും എവിടെ? റയാൻ സംശയത്തോടെ അവരുടെ മമ്മിയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. അവർ ചാർലിയുടെ കൂടെ കാണുവടാ. അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. റയാന് ജീവനാണെന്ന് തോന്നല്ലോ ഏട്ടത്തിയെ. മമ്മിയുടെ അടുത്ത് നിന്ന ഒരു കൂട്ടുകാരി അവനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് മമ്മി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഏട്ടത്തിയാണ് ആൻറ്റി. പിന്നെ എൻ്റെ ഇസൂബി ഇല്ലാത്തൊരു ലോകത്തെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. റയാൻ തിരികെ അവരെ നോക്കി മറുപടി പറഞ്ഞു. ഓ, അതൊക്കെ വെറുതെ അടച്ചക്ക. നീ ഒരു കല്യാണം കഴിച്ച് നിനക്കൊരു കുഞ്ഞാവട്ടെ. അപ്പോൾ നീ അവളെ മൈൻഡ് പോലും ചെയ്യില്ല. ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ അങ്ങനെ എത്ര പേരെ ഞാൻ കണ്ടിരിക്കുന്നു. അവരും തിരികെ അവനോടായി പറഞ്ഞു. അവൻ്റെ മമ്മിയാണെങ്കിൽ അത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആൻറ്റിയുടെ കുടുംബത്തിൽ അങ്ങനെയായിരിക്കും. എനിക്കങ്ങനെയല്ല. എൻ്റെ ലൈഫിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യത്തെ കുഞ്ഞാവള്. ഇനി എനിക്ക് കുഞ്ഞുണ്ടായാലും ഞാൻ അവൾക്ക് ഇപ്പോൾ കൊടുക്കുന്ന സ്ഥാനം തന്നെ അപ്പോഴും കൊടുക്കും, എൻ്റെ കുഞ്ഞിനോടൊപ്പം. അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. അവൻ തിരികെ അവരോട് പറഞ്ഞതും ആ മറുപടി കേട്ടവർക്ക് വല്ലാത്ത ബഹുമാനം തോന്നി. അങ്ങനെ തന്നെ ആവട്ടെ മോനെ. അല്ല, അങ്ങനെ തന്നെയാ വേണ്ടത്. അവരും തിരികെ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിൽ പിന്നെ ഞാൻ ചേട്ടായിയുടെ കൂടെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് വരാം. അതും പറഞ്ഞവൻ ചാർലിയുടെ അടുത്തേക്ക് നടന്നു. റയാൻ ചെന്നപ്പോൾ ചാർലി ആരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. റയാനും അവരുടെ അടുത്തേക്ക് ചെന്നവർക്ക് കൈ കൊടുക്കുകയും അവരോട് വിശേഷം അന്വേഷിക്കുകയും ചെയ്തു. ചേട്ടായി, ഏട്ടത്തിയും കുഞ്ഞും എവിടെ? അവൻ സംശയത്തോടെ ചാർലിയോട് ചോദിച്ചു. അവർ മമ്മിയുടെ അടുത്ത് കാണൂടാ. ചാർലി ചിരിച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു. ഇല്ല ചേട്ടായി, മമ്മിയുടെ കൂടെ അവിടെയില്ല. ഞാൻ ഇവിടെയൊക്കെ നോക്കി, ചേട്ടത്തിയെ കാണുന്നില്ല. റയാൻ പറഞ്ഞതും പെട്ടെന്ന് ചാർലിയുടെ മുഖം വല്ലാതെയായി. നീ പപ്പയോടും ക്രിസ്റ്റിയോടും ചോദിച്ചോ? ചിലപ്പോൾ ഋഷുവിനോട് സംസാരിച്ച് നിൽക്കുന്നുണ്ടാവും. ചാർലി അവനെ നോക്കി പറഞ്ഞു. അത് കേട്ടതും റയാൻ തൻ്റെ ഫോൺ എടുത്ത് ക്രിസ്റ്റിയുടെ ഫോണിലേക്ക് വിളിച്ചു. കുറച്ച് ബെല്ലടിച്ചതിന് ശേഷമാണ് മറുവശത്തു നിന്നും കോൾ എടുത്തത്. ചേട്ടായി എവിടെയാ? റയാൻ സംശയത്തോടെ ചോദിച്ചു. ദേ പള്ളിയുടെ അടുത്തുള്ള ഒരു ബേക്കറിയിലുണ്ടടാ. വീട്ടിലേക്ക് പോവാറായോ? ഞാൻ ദേ ഇപ്പം വരാം. ക്രിസ്റ്റി അവനോടായി മറുപടി പറഞ്ഞു. അല്ല, ഋഷു ചേട്ടായിയുടെ കൂടെയുണ്ടോ? അവൻ തിരികെ ചോദിച്ചു. ഉണ്ടല്ലോ, ഞാനും അവളും കൂടിയാ വന്നത്. ക്രിസ്റ്റി മുൻപിലിരിക്കുന്ന അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് റയാനോട് ഫോണിൽ പറഞ്ഞു. അപ്പോൾ ചേട്ടത്തിയോ? അവൻ വീണ്ടും സംശയത്തോടെ ചോദിച്ചു. അവൾ എൻ്റെ കൂടെ ഇല്ലല്ലോ. ഇസുവിന് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞ് അവൾ പള്ളിയുടെ ബാക്കിലേക്ക് പോകുന്ന കണ്ടു. അവളോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വന്നത്. ക്രിസ്റ്റി അവനോട് പറഞ്ഞതും അവൻ ഓക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. എന്താടാ അവൻ പറഞ്ഞത്? ചാർലി സംശയത്തോട് ചോദിച്ചു. ക്രിസ്റ്റി പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ അവൻ ചാർലിയോട് പറഞ്ഞു. വാ, നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ചാർലി അതും പറഞ്ഞ് റയാനെ കൂട്ടി പള്ളിയുടെ ബാക്കിലേക്ക് ചെന്നു. അവിടെ ബാത്റൂം തുറന്നു കിടപ്പുണ്ടായിരുന്നു. കുഞ്ഞിനെയും അവളെയും അവിടെയെങ്ങും കണ്ടില്ല. ഏട്ടത്തിയുടെ ഫോൺ ആരുടെ കയ്യിലാ? റയാൻ സംശയത്തോടെ അവനോട് ചോദിച്ചു. അവൾ പള്ളിയിൽ വരുമ്പോൾ സാധാരണ ഫോൺ എടുക്കാറില്ലല്ലോ. നമ്മളൊക്കെ കൂടെയുള്ളത് കൊണ്ട് അവൾ ഫോൺ അങ്ങനെ കൊണ്ടുവരാറില്ല. അവിടെയെങ്ങോ അവളെ കാണാഞ്ഞതും ചാർലിയുടെ വാക്കുകൾ ഇടറി. ഇത് നമ്മൾ എവിടെ പോയി ചേട്ടത്തി അന്വേഷിക്കും? നമ്മളോട് ആരോടും പറയാതെ ചേട്ടത്തി ഒരിക്കലും എങ്ങും പോവില്ലല്ലോ. റയാനും മനസ്സിൽ പേടി തട്ടി തുടങ്ങി. ചാർലിക്ക് ശരീരമൊക്കെ തളർന്നു പോകുന്നത് പോലെ തോന്നി. അപ്പോഴേക്കും പള്ളിയിൽ ഒരുവിധ ആൾക്കാരൊക്കെ വീട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു. കുറച്ചുപേർ മാത്രം അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് റയാൻ്റെ ഫോണിലേക്ക് കോൾ വന്നത്. അവൻ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. ക്രിസ്റ്റി ആയിരുന്നു. ചേട്ടായി, അവളെ കണ്ടോടാ? ക്രിസ്റ്റി സംശയത്തോട് ചോദിച്ചു. ഇല്ല ചേട്ടായി, ഏട്ടത്തെയും കുഞ്ഞും ഇവിടെയെങ്ങും ഇല്ല. റയാൻ പേടിയോടെ അവന് മറുപടി നൽകി. വാട്ട്? നിങ്ങൾ ബാത്റൂമിലൊക്കെ നോക്കിയോ? ക്രിസ്റ്റി ചോദിച്ചു. ഋഷു അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. പെട്ടെന്ന് ചാർലി അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി. ക്രിസ്റ്റി,
ചാർലി അവനെ വിളിച്ചു. എടാ, അവളും കുഞ്ഞും എവിടെ പോയി? ക്രിസ്റ്റി ബേക്കറിയിൽ പൈസ കൊടുക്കുന്നതിനിടയിൽ അവനോട് ചോദിച്ചു. എനിക്കറിയില്ല, അവളെ കാണുന്നില്ല. അവളോട് പറയാതെ അവൾ എങ്ങോട്ടും പോവാറില്ല. ചാർലി നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. നീ എവിടെ നിൽക്ക്, ഞാൻ ദേ വരുന്നു. ക്രിസ്റ്റി പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. എന്താ ഇച്ചായ, ചേച്ചി എവിടെ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. അറിയില്ലടി, അവരെ കാണുന്നില്ല. ക്രിസ്റ്റി അവളെ നോക്കി മറുപടി പറഞ്ഞതിന് ശേഷം അവളെയും കൂട്ടി പള്ളിയിലേക്ക് നടന്നു. അപ്പോഴേക്കും പള്ളിയിലുണ്ടായിരുന്ന എല്ലാവരും വിവരങ്ങൾ അറിഞ്ഞു. ചാർലി, നമ്മുടെ മക്കൾ എവിടെ? പപ്പ വിഷമത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. എങ്കിൽ ആരെ വിളിക്കുമെന്നുള്ള അർത്ഥത്തിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. മോനെ, കുഞ്ഞുങ്ങൾ എവിടെയാടാ? അവന്റെ മമ്മി കരയാൻ തുടങ്ങി. അവരുടെ അടുത്തുണ്ടായിരുന്നവർ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഓരോ നിമിഷം കടന്നു പോകുന്തോറും ചാർലിയുടെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടി. എന്തോ അരുതാത്തതൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് അവന്റെ മനസ്സ് പറഞ്ഞു. ശരീരമാകെ തളർന്നു പോയി. അപ്പോൾ എനിക്കെന്തെങ്കിലും സംഭവിച്ചാലോ? കഴിഞ്ഞ ദിവസം വൈകിട്ട് അവൾ തന്നോട് ചോദിച്ച ചോദ്യം അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. നെറ്റിയിൽ കൈവച്ച് തളർന്നവനെ പോലെ അവൻ ആ പള്ളിമുറ്റത്തേക്കിരുന്നു.